What's up guys, Shrivin here from Yumi and Tech. Welcome to our latest video. അങ്ങനെ നമ്മൾ കാത്തിരുന്ന OnePlus Nord CE 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഫോണിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ടും എൻ്റെ പേഴ്സണൽ തോട്ട്സ്, ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. കഴിഞ്ഞൊരു വാരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ആയിട്ടില്ല, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ വേർഡിക്റ്റ് എന്താണ്, അതേപോലെ തന്നെ 25,000 റുപ്പീസിന്റെ അടുത്ത് നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. കാരണം ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മലയാളം ടെക് കണ്ടന്റുമായിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ കഴിഞ്ഞ വേരിയന്റ് ആയിട്ടുള്ള OnePlus Nord CEയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CE 2യിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് OnePlus കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എന്തായാലും നമുക്ക് ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ കഴിഞ്ഞ വേരിയന്റ് വന്നത് ഒരു മാറ്റ് ഫിനിഷ് ലുക്കുമായിട്ടാണ്, ബട്ട് ഇവിടെ CE 2യിൽ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കാണാൻ സാധിക്കും. ഡെഫിനറ്റ് ആയിട്ടും ക്യാമറ ബമ്പിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക, നീണ്ടിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ലുക്ക് ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ക്യാമറ ബമ്പ് കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കളർ വേരിയന്റ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നോഡ് സീരീസ് ആണ്, ഒരു ബ്ലൂയിഷ് ടിന്റ് കാണാൻ സാധിക്കും. സോ ഇവിടെ OnePlus Nord 2ന്റെ ഒക്കെ പോലെയുള്ള ഒരു കളർ വേരിയന്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു ബ്ലൂ വേരിയന്റിന്റെ കൂടെ തന്നെ ഒരു സിൽവർ വേരിയന്റും ഇവിടെ അവൈലബിൾ ആണ്. സോ മൊത്തത്തിൽ ഈ ഫോണിന്റെ ഒരു ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള, കണ്ടാൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് OnePlus Nord CE 2 ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട രണ്ട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത് ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആണല്ലോ, സോ പലർക്കും ഇതൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിരിക്കാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ഇവിടെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇവിടെ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഒബ്വിയസ്ലി 25,000ൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 120 ഹെർട്സ് ആണ്, ബട്ട് അത് നമുക്കിവിടെ ലഭിക്കുന്നില്ല സാഡ്ലി. ഓക്കെ, ഉള്ളതുകൊണ്ടോണം പോലെ 90 ഹെർട്സ് എങ്കിൽ 90 ഹെർട്സ്. അതേപോലെ തന്നെ HDR10+ന്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ടഡ് ആണ്. നമുക്കിവിടെ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത്. പെർഫോമൻസിലേക്ക് വരുമ്പോഴും നമുക്കൊരു ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം സ്നാപ്ഡ്രാഗൺ 750 ആയിരുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് MediaTekന്റെ Dimensity 900 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. സോ വളരെ സ്നാപ്പി ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡേ ടു ഡേ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു പ്രോസസ്സർ ഓഫർ ചെയ്യുന്നതാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ആക്ച്വലി OnePlusന് വേണമെങ്കിൽ Dimensity 920 പ്രോസസ്സർ തരാമായിരുന്നു. സോ കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയാണ് ഈ ഫോണിൽ നിന്നും. ഈ ഒരു കാര്യം ചെറിയൊരു ഇംപ്രൂവ്മെന്റ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഗെയിമിംഗ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പ് നോച്ച് ഗെയിമിംഗ് എക്സ്പീരിയൻസ് OnePlus Nord CE 2 ഓഫർ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു അബവ് ആവറേജ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഇനി LPDDR4Xന്റെ റാം ആണ് നമുക്ക് ലഭിക്കുന്നത്. 6GB 8GB എന്നിങ്ങനെ രണ്ട് വേരിയന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 2.2ന്റെ സ്റ്റോറേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 120GBയുടെ ഒരൊറ്റ വേരിയന്റ് മാത്രമേ നമുക്കിവിടെ ലഭിക്കുന്നുള്ളൂ. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും, വിച്ച് ഈസ് വെരി സിമിലർ ടു OnePlus Nord CE. ബട്ട് ഇതിനെ പവർ ചെയ്യുന്നതിനായിട്ട് 65 വാട്ടിന്റെ വൂക്ക് ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. അതേപോലെ തന്നെ വലിയൊരു ഇംപ്രൂവ്മെന്റ് കണ്ടത് 5G ബാൻഡിന്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ വേരിയന്റിൽ വെറും ഒരു 5G ബാൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഇത്തവണ OnePlus നമുക്ക് ഓഫർ ചെയ്യുന്നത് 8 5G ബാൻഡുകളാണ്. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ Nord CE വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പുതിയ വെർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇംപ്രൂവ്മെന്റ് പോയിന്റ്സ്. ഇനി എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ചില കോൺസിലേക്ക് കിടക്കാം. അവിടെയും നമുക്ക് ആദ്യം തന്നെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവിടെയും നമുക്കൊരു പ്ലാസ്റ്റിക് ബിൽഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ലഭിക്കുന്നത്. ഇവെന്തോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഗ്ലാസ് ബാക്ക് ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബാക്ക് ആണ്. അതേപോലെ തന്നെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ കാണാൻ ഒരു മെറ്റാലിക് ലുക്ക് ആണെങ്കിൽ പോലും ഇതും ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. OnePlusന്റെ ഫേമസ് ആയിട്ടുള്ള അലേർട്ട് സ്ലൈഡർ ഇവിടെ മിസ്സിംഗ് ആണ്. അതും ഇൻകോപ്പറേറ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് ആണ് ഈ ഫോണിന്റെ സ്പീക്കർ. ഈ ഒരു പ്രൈസ്
പ്രൈസ് റേഞ്ചിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും നമുക്ക് ഈസിലി ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ബട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു മോണോ സ്പീക്കർ മാത്രമാണ്. സോ അതും ഇംപ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കുറച്ച് നാൾ മുന്നേ OnePlus 9RT വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ സെയിം ഒപ്പീനിയൻ ആണ്. OnePlus Nord CE 2 ആക്ച്വലി വരുന്നത് Android 11 വേരിയന്റുമായിട്ടാണ്. ഇവൻ കുറച്ച് നാൾ മുന്നേ ലോഞ്ച് ചെയ്തിട്ടുള്ള Realme 9 Pro Plus നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്നത് Android 12 വേരിയന്റ് ആണ്. ഓക്കെ, ആൻഡ് പ്രൊവൈഡഡ് OnePlus ക്ലെയിം ചെയ്തിട്ടുള്ളത് 2 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാത്രമാണ് OnePlus ഓഫർ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ Android 11 ലോഞ്ച് ചെയ്തതിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടിയിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ആയിട്ട് എനിക്ക് തോന്നിയത് ഡെഫിനറ്റ് ആയിട്ടും ഈ ഫോണിന്റെ ക്യാമറയാണ്. 64 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്, വിച്ച് ഈസ് വെരി സിമിലർ ടു ദ ഫസ്റ്റ് വേർഷൻ. സോ ഇവിടുത്തെ പ്രൈമറി സെൻസർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓംന്യൂഷന്റെ സെൻസറാണ് ലഭിക്കുന്നത്. ബാക്കി പല സ്മാർട്ട് ഫോണുകളിലും സോണിയുടെ ബെറ്റർ സെൻസേഴ്സും സാംസങ്ങിന്റെ ബെറ്റർ സെൻസേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കൂടെ തന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിന്റെ മറ്റൊരു സെൻസറും നമുക്ക് ലഭിക്കുന്നു. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടറുമാണ് ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഫോണിനെ പറ്റിയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ചില കോൺസ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാമായിരുന്ന ചില കാര്യങ്ങൾ. സോ OnePlus Nord CE 2 പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് മച്ച് ഇംപ്രസ്ഡ്. ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ആർ ഈവൻ ബെറ്റർ സ്മാർട്ട് ഫോൺ ഓപ്ഷൻസ്. സോ എൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഒരൊറ്റ സെല്ലിംഗ് പോയിന്റ് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. അത് വേറെ ഒന്നല്ല, ഈ ഒരു ഫോൺ ഒരു OnePlus ബ്രാൻഡിലുള്ള ഫോണാണ് എന്നുള്ളത് മാത്രമാണ്. സോ നിങ്ങളൊരു OnePlus ഫാൻ ബോയ് ആണ്, നിങ്ങളൊരു OnePlus സ്മാർട്ട് ഫോൺ വാങ്ങാനാണ് നോക്കുന്നത്, അതും ഒരു 25K ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും OnePlus Nord CE 2. There are enough other സ്മാർട്ട് ഫോൺ ഓപ്ഷൻസ് എന്ന് വേണം ക്ലിയർ ആയിട്ട് പറയാനായിട്ട്. ഫോർ എക്സാമ്പിൾ സാംസങ്ങിന്റെ A52 അവൈലബിൾ ആണ്. പിന്നെ ഒരു ഫോണാണ് Realme GT Master Edition. പിന്നെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഡിസ്പ്ലേയും ബെറ്റർ ചാർജിങ് സ്പീഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MI 11 ഹൈപ്പർ ചാർജ് ചെക്ക്ഔട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ക്യാമറ പെർഫോമൻസ്, ഒരു ഗംഭീര ക്യാമറ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള Realme 9 Pro Plusഉം ചെക്ക്ഔട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് OnePlus Nord CE 2 പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ്. സോ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. സോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ, ബൈ.